പ്രിയമുള്ളവരെ, വചനജ്വാല 1230 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജനുവരി 12 ഞായറാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്ന് ഞായറാഴ്ച ദൈവത്തിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കുന്ന ഈ പൊൻസുദിനത്തിലെ വചനവായനയിൽ സങ്കീർത്തനങ്ങൾ 9-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. മർദ്ദിതന്റെ പ്രത്യാശ. ഗായക സംഘ നേതാവിനെ മുത്ലാപൻ രാഗത്തിൽ ദാവീദിന്റെ സങ്കീർത്തനം. പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ കർത്താവിനെ നന്ദി പറയും, അവിടുത്തെ അത്ഭുത പ്രവർത്തികൾ ഞാൻ വിവരിക്കും. ഞാൻ അങ്ങയിൽ ആഹ്ലാദിച്ചുല്ലസിക്കും. അത്യുന്നതനായവനെ, അങ്ങയുടെ നാമത്തിന് ഞാൻ സ്തോത്രമാലപിക്കും. എന്തെന്നാൽ എൻ്റെ എതിരാളികൾ പിന്തിരിഞ്ഞോടിയപ്പോൾ കാലിടറി വീഴുകയും അങ്ങയുടെ മുൻപിൽ നാശമടയുകയും ചെയ്തു. അങ്ങ് എനിക്ക് നീതി നടത്തി തന്നിരിക്കുന്നു. അങ്ങ് ന്യായാസനത്തിലിരുന്ന് നീതിപൂർവകമായ വിധി പ്രസ്താവിച്ചു. അവിടുന്ന് ജനതകളെ ശകാരിച്ചു. അവിടുന്ന് ദുഷ്ടരെ നശിപ്പിച്ചു. അവരുടെ നാമം എന്നേക്കുമായി മായിച്ചു കളഞ്ഞു. ശത്രു നാശക്കൂമ്പാരത്തിൽ അപ്രത്യക്ഷമായിരിക്കുന്നു. അവരുടെ നഗരങ്ങളെ അങ്ങ് ഉന്മൂലനം ചെയ്തു. അവരുടെ സ്മരണ പോലും മാഞ്ഞു പോയിരിക്കുന്നു. എന്നാൽ കർത്താവ് എന്നേക്കുമായി സിംഹാസനസ്ഥനായിരിക്കുന്നു. ന്യായവിധിക്കാണ് അവിടുന്ന് സിംഹാസനം സ്ഥാപിച്ചിരിക്കുന്നത്. അവിടുന്ന് ലോകത്തെ നീതിയോടെ വിധിക്കുന്നു. അവിടുന്ന് ജനതകളെ നിഷ്പക്ഷമായി വിധിക്കുന്നു. കർത്താവ് മദ്രിതരുടെ ശക്തി ദുർഗമാണ്, കഷ്ടകാലത്ത് അവരുടെ അഭയസ്ഥാനവും. അങ്ങയുടെ നാമമറിയുന്നവർ അങ്ങിൽ വിശ്വാസമർപ്പിക്കുന്നു. കർത്താവെ, അങ്ങയെ അന്വേഷിച്ചവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ഞങ്ങളുടെ ഇടവക ദേവാലയത്തിൽ മറ്റം സെന്റ് തോമസ് ഫൊറോന പള്ളിയിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന്റെയും വിശുദ്ധ അൽഫോൺസാമയുടെ തിരുനാളും ഇന്ന് സംയുക്തമായി ആഘോഷിക്കുകയാണ്. എല്ലാവരെയും ഒരിക്കൽ കൂടി ഹൃദ്യമായി തിരുനാൾ പരിപാടികളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് സ്കോട്ട്ലൻഡിലെ ഭക്തനായ ഡേവിഡ് രാജാവിന്റെ സേവകനായിരുന്ന എൽറഡിനെ അനുസ്മരിക്കുന്ന ദിവസമാണ്. കൊട്ടാരത്തിലെ എല്ലാവരുടെയും കണ്ണിലുണ്ണിയായിരുന്നു എൽറഡ്. ഹൃദയശാന്തതയായിരുന്നു ഇതിന് കാരണം. ഒരിക്കൽ രാജാവിന്റെ മുൻപിൽ വെച്ച് ഒരാൾ ഇയാളുടെ കുറ്റം വെളിപ്പെടുത്തിയപ്പോൾ അയാളോട് നന്ദി പറയുകയാണ് ഉണ്ടായത്. ലൗകിക സന്തോഷങ്ങളിൽ മുഴുകി കുറെ കാലം ജീവിച്ചെങ്കിലും മരണത്തെ പറ്റിയുള്ള ചിന്ത യോർക്ക് ഷയറിലെ സിസ്റ്റേഴ്സൺ ആശ്രമത്തിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചു. ഗ്രന്ഥരചനയിലും തൽപരനായിരുന്ന എൽറഡ് നിയമാനുസരണത്തിൽ ദത്തശ്രദ്ധനായ സൈമൺ എന്ന സന്യാസിയോട് എൽറഡ് മൗന സമയത്ത് ഒരിക്കൽ സംസാരിച്ചതിന് ശിക്ഷയായി സാഷ്ടാംഗം വീണ് പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെടുകയും സന്തോഷപൂർവ്വം അത് അദ്ദേഹം നിറവേറ്റുകയും ചെയ്തു. പിന്നീട് ഒരിക്കലും ആയത് ലംഘിച്ചിട്ടില്ല. 33-ാം വയസ്സിൽ
റിവേഴ്സ് വീൽ നവമായി സ്ഥാപിതമായ ആശ്രമത്തിന്റെ ആപട്ടായി. തുച്ഛമായ ഭക്ഷണവും കഠിനമായ അധ്വാനവും മൗനവുമായിരുന്നു ദിനചര്യ. പലകയായിരുന്നു ശയ്യ. പലപ്പോഴും മെത്രാസ്ഥാനം നീട്ടിയെങ്കിലും കൂട്ടാക്കാതെ തപോനിഷ്ഠയിൽ ജീവിച്ച് 58 വയസ്സിൽ ഇദ്ദേഹം നിദ്ര പ്രാപിച്ചു. വിശുദ്ധ എൽറഡിന്റെയും ഇന്ന് തിരുനാൾ ആഘോഷിക്കുന്ന വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന്റെയും വിശുദ്ധ അൽഫോൺസാമയുടെയും മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ഞായറാഴ്ച ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.